Hello all, welcome to another video of A for Education. So first of all, ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് സവാദ്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പരിചിതമാകും. ഞാനാണ് A4 കമ്പ്യൂട്ടർ സയൻസിൻ്റെ മെൻറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ UGC നെറ്റ് സിലബസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും പല ടോപ്പിക്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളെല്ലാവരും നിങ്ങൾ എല്ലാവരും UGC നെറ്റിന് ഈ ഒരു ജൂണിൽ വരുന്ന 2024 ജൂണിൽ വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന യൂണിറ്റ് 4 ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ SQL കമാൻഡ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു ജൂണിൽ നമുക്ക് 2024 ജൂണിൽ എങ്ങനെയൊക്കെ നെറ്റ് നേടാം, ഏതൊക്കെ തരത്തിൽ നെറ്റ് നേടാം ആൻഡ് ഈ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു സാഹചര്യത്തിലാകും. ചിലപ്പം ചിലർ പ്രിപ്പറേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകില്ല. സോ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, ഒരു വ്യക്തമായ പ്ലാനിൽ നിങ്ങൾ മുന്നോട്ട് പോകുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് ഒന്ന് കടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SQL കമാൻഡ്സ് യൂണിറ്റ് 4 ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ ഏകദേശം ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് SQL കമാൻഡ്സ്. നമുക്ക് ഏകദേശം എല്ലാ എക്സാമുകളിലും നോക്കിയാലും SQL കമാൻഡ്സിൽ നിന്നൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അധികം വരാറുണ്ട്. അധികവും ഡയറക്റ്റ് ടൈപ്പ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. അപ്പോൾ നമ്മൾ PG പഠിക്കുമ്പോഴും UG പഠിക്കുമ്പോഴൊക്കെ പഠിച്ചൊരു സിമ്പിൾ ടോപ്പിക്കാണ്. ബട്ട് നമുക്ക് എപ്പോഴും വിഷയം ഉണ്ടാകുന്നത് വെച്ചാൽ നമുക്ക് എപ്പോഴും മാറിപ്പോകുന്ന, നമുക്ക് ഓപ്ഷൻസൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ആൻസർ നമുക്കറിയാം, ബട്ട് ആ ഒരു ഇൻസ്റ്റൻറ്റിൽ നമുക്ക് അധികം തെറ്റിപ്പോകുന്ന ഒരു ഏരിയ ആണ് SQL കമാൻഡ്സ് എന്നുള്ളത്. സോ നമ്മൾ ഇന്ന് അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SQL കമാൻഡ്സ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന യൂണിറ്റ് 4 വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് SQL കമാൻഡ്സ്. അപ്പോൾ നമുക്കറിയാം SQL എന്താണെന്നല്ലേ, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. നമുക്ക് SQL കമാൻഡുകളും ക്വറീസും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ പലർക്കും നല്ല ഇഷ്ടമുള്ള ടോപ്പിക്കായിരിക്കും ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളത്, SQLs ആൻഡ് ക്വറി ആ ഒരു രീതിക്കൊക്കെ. അപ്പോൾ നമ്മൾ SQL കമാൻഡ്സിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ ടോപ്പിക്കാണ് നമുക്ക്, ദർ ആർ വെറൈറ്റി ഓഫ് കമാൻഡ്സ്. 5 ടൈപ്പ് കമാൻഡ്സ് ഉണ്ട്. ആ കമാൻഡ്സിന് ഇമ്പോർട്ടൻറ്റ് കമാൻഡ്സുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ SQL കമാൻഡ്സ് നമുക്കറിയാം, DBMSലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് SQLന് ആ ഒരു ക്വറീസും കാര്യങ്ങൾക്കും നമുക്ക് SQL കമാൻഡ്സ് വെറൈറ്റി ഓഫ് കമാൻഡ്സ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ SQL എന്നുള്ള ആ ഒരു ഏരിയ തന്നെ, ഡാറ്റാബേസിൻ്റെ ഒരു വലിയ ഏരിയയാണ് SQL. ഈ ഒരു കമാൻഡ്സും ഈ ഒരു ക്വറീസ് വെച്ചിട്ടാണ് നമുക്ക് ഡാറ്റാബേസിൻ്റെ SQL എന്നുള്ളൊരു ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് പോകുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിളായ ടോപ്പിക്കാണ്. മേ ബി ചിലർക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ ഇത് വളരെ സിമ്പിൾ ആണല്ലോ എന്നുള്ളൊരു ഒരു ഫീലിംഗ് ഉണ്ടാവും. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റിൽ എപ്പോഴും ഷുവറായിട്ടുള്ള മാർക്ക് സിമ്പിളായിട്ട് നഷ്ടപ്പെടുത്തുന്ന രീതിയാണ് SQL കമാൻഡ് എന്നുള്ള ഒരു ഏരിയ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് SQL കമാൻഡ്സ് എന്ന് നോക്കാം. ഞാൻ ചിലപ്പം ഇതിൽ കുറേ തിയറി കൺസെപ്റ്റ്സ് ആയിരിക്കും, കുറേ വേർഡ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. എന്തുകൊണ്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് അധികവും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അസേർഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് മേ ബി ചിലപ്പോൾ നമുക്ക് കോളം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു തിയറിറ്റിക്കൽ ആ ഒരു കുറേ വേർഡ്സും കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു മുഷിപ്പ് തോന്നാം. ബട്ട് ഞാൻ പറയും, നിങ്ങൾ എപ്പോഴും ഒരു തിയറിറ്റിക്കൽ ബേസിൽ പഠിക്കുക. നിങ്ങൾ ആ ഒരു വേർഡ്സും കാര്യങ്ങളും ഏതൊക്കെ, ഇപ്പം നമുക്ക് ഒരു കമാൻഡ്സിന് ഏതൊക്കെ ഒരു ആപ്റ്റായ വേർഡ്സിന് 2-3 വേർഡ്സൊക്കെ ഒരു കമാൻഡ്സിന് ജസ്റ്റ് നോക്കിയൊക്കെ ഉണ്ടാകും. കാരണം ആ ഒരു ഉണ്ടോ, നമ്മൾ ആ ഓപ്ഷൻസിൽ അതുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഔട്ട് ചെയ്യാനൊക്കെ കുറച്ചുകൂടി സുഖകരമാകും. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് തോന്നും, ബട്ട് നമ്മളെ ഓപ്ഷൻസ് എന്ത് ചെയ്യും, നമ്മളെ ആൻസേഴ്സിന് എപ്പോഴും തെറ്റിക്കളയിപ്പിക്കും. ഐ മീൻസ് നമ്മൾ ആൻസേഴ്സ് റോങ് ആക്കിപ്പിക്കും. നമുക്ക് ഓപ്ഷൻസിൽ ചില കൺഫ്യൂഷൻസ് ഒക്കെ വന്നാൽ തന്നെ ഈസി ആയിട്ട് മാർക്കും പോകാം. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. നമുക്ക് അധിക നെറ്റ് എക്സാമിനും ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് വരുന്ന ഏരിയയാണ്. സോ നമുക്ക് എന്താണ് SQL കമാൻഡ്സ് നോക്കാം. സോ SQL കമാൻഡ്സ് ആർ ഇൻസ്ട്രക്ഷൻസ്. സോ ഞാൻ ആ ഒരു വേർഡിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ വേർഡ്സ് മാർക്ക് ചെയ്യാം. സോ SQL കമാൻഡ്സ് ആർ ഇൻസ്ട്രക്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഡാറ്റാബേസ്. സോ SQL കമാൻഡ്സ് ആർ ഇൻസ്ട്രക്ഷൻസ്. ദീസ് ആർ ദ ഇൻസ്ട്രക്ഷൻ വിച്ച് ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഡാറ്റാബേസ്. സോ ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് SQL. നമുക്കറിയാം കമ്പ്യൂട്ടർ സയൻസിൽ പലതരം കമാൻഡ്സ് ഉണ്ട്, പലതരം ലാംഗ്വേജുകളുണ്ട് പല ആവശ്യങ്ങൾക്കും. അപ്പോൾ ഡാറ്റാബേസുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പം SQL എന്നുള്ളത് ഒരു ലാംഗ്വേജാണ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. നേരത്തെ പറഞ്ഞു സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അതിലെ
ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത്. It is also used to perform specific tasks, functions and queries of data. So it is also used to perform specific tasks, functions and queries of the data. നമുക്ക് ഒരു ഡാറ്റാബേസിൽ ഒരു ഡാറ്റയിൽ എന്തുണ്ടാവും, പലതരം ടാസ്കുകൾ ചെയ്യാനുണ്ടാവും, പലതരം ഫങ്ഷൻസ് ചെയ്യാനുണ്ടാവും, പലതരം ക്വറീസ് പെർഫോം ചെയ്യാനുണ്ടാവും. ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്ത്, SQL കമാൻഡ്സ് എന്ന് പറയുന്നത്. And next point, SQL can perform various tasks like create a table, add data to tables, drop the table, modify the table, set permission for users. So these are the various types of activities that can be done by a SQL commands. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ there are variety of SQL commands. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന വേരിയസ് ടാസ്കുകളാണ്. ഒന്നെന്താണ്, to create a table. നമ്മൾ ടാബിൾ ക്രിയേറ്റ് ചെയ്ത് മാത്രം മതിയോ, അല്ല, നമ്മൾ ടാബിളിലേക്ക് എന്ത് ചെയ്യണം, ഡാറ്റാസ് ആഡ് ചെയ്യണം. ആൻഡ് ആഡ് ഡാറ്റ ടു ടേബിൾസ്. ഡാറ്റ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പം ആ ഒരു ടാബിളിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ടി വരും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോപ്പ് ദ ടേബിൾ. നമുക്ക് ടാബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, മേ ബി നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടി വരും. എപ്പോഴും നമ്മൾ ഡാറ്റാബേസ് ഒരു ഫുൾ ടൈം ആ ഒരു സ്ട്രക്ചറിലായിരിക്കില്ല. നമുക്ക് ആ ടേബിളിൻ്റെ കണ്ടൻസോ അല്ലെങ്കിൽ ടേബിളിൻ്റെ ടൈപ്പോ ആ ഒരു സ്ട്രക്ചറൊക്കെ എന്ത് ചെയ്യണം, മേ ബി നമുക്ക് മാറ്റേണ്ടി വരും. സോ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടി വരും. ആൻഡ് സെറ്റ് പെർമിഷൻ ഫോർ യൂസേഴ്സ്. ഏതൊക്കെ യൂസേഴ്സ് നമ്മൾ ടേബിൾ ആക്സസിബിൾ ആണ്, അങ്ങനത്തെ പെർമിഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, SQL കമാൻഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ ഈ ഒരു അഞ്ച് പോയിന്റ്സ് നമുക്ക് മേജറായി നോക്കാനുള്ളത്. ടു ക്രിയേറ്റ് എ ടേബിൾ, ആഡ് ഡാറ്റ ടു ടേബിൾസ്, ഡ്രോപ്പ് ദ ടേബിൾ, മോഡിഫൈ ദ ടേബിൾ ആൻഡ് സെറ്റ് പെർമിഷൻ ഫോർ ദ യൂസേഴ്സ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. then നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിൽ ഡാറ്റാസ് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടി വരും. ആൻഡ് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ആരൊക്കെ നമ്മൾ ടേബിൾസ് യൂസ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു യൂസർ പെർമിഷൻ ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. സോ ഇതാണ് നമ്മുടെ SQL കമാൻഡ്സിൻ്റെ ഒരു ടാസ്കുകൾ. എന്തൊക്കെ SQL കമാൻഡ്സിന് യൂസ് ചെയ്യാൻ കഴിയും. These are the SQL commands. ഞാൻ പറഞ്ഞു there are various types of commands ഉണ്ട്, നിറയെ കമാൻഡ്സ് ഉണ്ട്. അതിൽ 5 ടൈപ്പായിട്ടാണ് SQL കമാൻഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം DDL, DML, DCL, DQL ആൻഡ് TCL. നമ്മൾ ഇതൊക്കെ നമുക്ക് ഈ DDL ആയാലും DML ആയാലും ഒക്കെ നമ്മൾ സുപരിചിതമാണ്, നമുക്ക് എല്ലാവരും പഠിച്ചെടുത്തൊരു സംഭവമാണ്. ബട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നാം, ബട്ട് നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോറും ചെയ്യാം. സിമ്പിളായിട്ട് നമ്മുടെ മാർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ മാർക്ക് കളയും ചെയ്യാം. ആ ഒരു ടോപ്പിക്കാണ്. സോ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് DDL ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. നിങ്ങൾക്കറിയാലോ, അതിൻ്റെ കമാൻഡ്സ് ആണ് ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്, ട്രങ്കേറ്റ്. ഈ ഒരു 4 കമാൻഡ്സാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസ് തുടർന്ന് ചെയ്യുന്നതാണ്. സോ DDL ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആൻഡ് ദെൻ ഈസ് ഡാറ്റ മോഡിഫിക്കേഷൻ ലാംഗ്വേജ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് DML, ടു ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഈ ഒരു 3 കമാൻഡ്സാണ് മെയിൻലി DML വരുന്നത്. ദെൻ ഇറ്റ് ഈസ് DCL, ഗ്രാൻഡ് ആൻഡ് റിവോക്ക്. DCL വരുന്നത് കാര്യമായിട്ട് ഗ്രാൻഡ്, റിവോക്ക്, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ആണ്. ആൻഡ് ദെൻ TCL ട്രാൻസ്മിഷൻ കൺട്രോൾ ലാംഗ്വേജ്. ആൻഡ് ഇറ്റ് ഈസ് മെയിനായിട്ട് വരുന്നത് കമ്മിറ്റ്, റോൾ ബാക്ക്, സേവ് പോയിന്റ്. ഈ ഒരു കമാൻഡ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് DQL സെലക്ട്, DQL ഡാറ്റ ക്വറി ലാംഗ്വേജ്. നമുക്കറിയാം സെലക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ക്വറിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത്. നമ്മൾ ഒരു ഡാറ്റാ ബേസിന് കാര്യമായിട്ട് ക്വറി യൂസ് ചെയ്യുമ്പം ക്വറി വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സെലക്ട് എന്നുള്ള സംഭവം നമുക്കറിയാം. അതിന് വേരിയസ് കൺസെപ്റ്റ്സുകളുണ്ട്, വേരിയസ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. സെലക്ട് യൂസ് ചെയ്തിട്ടുള്ള വേരിയസ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്, ഒരു ഡീപ്പർ ഏരിയ ആണ്. സോ ഇതാണ് നമ്മുടെ SQL കമാൻഡ്സ്. DCL, DML, DDL, DQL ആൻഡ് TCL. ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് DDL ആൻഡ് DML. നമുക്ക് DQL കുറച്ച് ഇന്നർ ഡെപ്തിലോട്ട് ഇറങ്ങുമ്പോൾ വരുന്നൊരു ഏരിയ ആണ് DQL സെലക്ട്. അപ്പം നമുക്ക് മെയിനായിട്ട് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DDL ആൻഡ് DML ടോപ്പിക്സുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു ഏതൊക്കെ ടൈപ്സ് ഓഫ് കമാൻഡ്സ് നമ്മൾ യൂസ് ആക്കുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പിലാണ്. ഇപ്പോൾ 5 ടൈപ്പ് കമാൻഡ്സ് ഉണ്ട്. ആ ഒരു ഏതൊക്കെ ടൈപ്പിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. ആൻഡ് എന്താണ് DDL എന്നുള്ളത്? ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് അല്ലേ, അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് നമുക്ക് DDL എന്താണ് ആ ഒരു വേർഡ്സ് നോക്കുകയാണെങ്കിൽ DDL ചേഞ്ചസ് ദ സ്ട്രക്ചർ ഓഫ് ദ
ടേബിൾ ലൈക്ക് ക്രിയേറ്റിംഗ് എ ടേബിൾ, ഡിലീറ്റിംഗ് എ ടേബിൾ, ആൾട്ടറിങ് എ ടേബിൾ. ഒരു ടേബിൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാൻ സ്ട്രക്ചർ ഓഫ് ദ ടേബിൾ ലൈക്ക് ക്രിയേറ്റിംഗ് എ ടേബിൾ, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. ഡിലീറ്റിംഗ് എ ടേബിൾ, ഒരു ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. ആൻഡ് ആൾട്ടറിങ് എ ടേബിൾ. ഇതാണ് DDLൻ്റെ മേജർ വർക്ക്സ്. നമുക്ക് നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കമാൻഡ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ക്രിയേറ്റ്, ആൾട്ടർ, ഡിലീറ്റ്. സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആൻഡ് ഓൾ ദ കമാൻഡ് ഓഫ് DDL ആർ auto committed. That means it permanently save all the changes in the database. So ഇത് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. All the command of DDL, എല്ലാ കമാൻഡും എന്താണ്, ആർ ഓട്ടോ കമ്മിറ്റഡ് ആണ്. അപ്പം ഈ ഓട്ടോ കമ്മിറ്റഡ് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് പുതുമയായി തോന്നും. മേ ബി ചിലർ കേസ് നമുക്ക് പലർക്കും പല രീതിയിലായിരിക്കും. ഓട്ടോ കമ്മിറ്റഡ് എന്താണ്? ഓട്ടോ കമ്മിറ്റഡ് മീൻസ് ഇറ്റ് പെർമനൻ്റ്ലി സേവ് ഓൾ ദ ചേഞ്ചസ് ഇൻ ദ ഡാറ്റാബേസ്. അപ്പോൾ നമ്മൾ ഈ ഒരു DDL കമാൻഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്ത് എന്ത് ചെയ്യും, അത് പിന്നെ റിവേഴ്സിബിൾ ആവില്ല, അതെന്ത് ചെയ്യും, പെർമനൻ്റ്ലി സേവ് ആകും. അത് DDLൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓൾ ദ കമാൻഡ്സ് ഓഫ് DDL ആർ ഓട്ടോ കമ്മിറ്റഡ് ആണ്. നമ്മൾ ഒരു പ്രാവശ്യം ഈ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്താൽ അത് റിവേഴ്സിബിൾ അല്ല. ഇതിൻ്റെ 4 കമാൻഡ്സ് ആണ്: ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്, ട്രങ്കേറ്റ്. ഇപ്പോൾ ക്രിയേറ്റ് ഉണ്ട്, ആൾട്ടർ ഉണ്ട്, ഡ്രോപ്പ് ഉണ്ട്, ട്രങ്കേറ്റ് ഉണ്ട്. ഈ 4 കമാൻഡ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ക്രിയേറ്റ് എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ന്യൂ ടേബിൾ ഇൻ ദ ഡാറ്റാബേസിൽ ന്യൂ ടേബിൾ. അപ്പം നമുക്ക് ആ ഒരു വേർഡിൽ നിന്ന് തന്നെ അറിയാം അല്ലേ, ക്രിയേറ്റ് ചെയ്യാനാണ്. ആൻഡ് ആ ഒരു പുതിയ ടേബിളിൽ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പം ഇതൊന്ന് കൂടുതൽ നമുക്ക് ഒരു ആൻസറബിൾ മീൻസ് അതൊക്കെ സിമ്പിളാണ്. ആ ഒരു ക്രിയേറ്റ് ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്ത് വെച്ചാൽ ഏതൊരാൾക്കും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഓട്ടോ കമ്മിറ്റഡ് ആ ഒരു ടേമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും റിവൈൻഡ് ചെയ്ത് വെക്കുക. ആൻഡ് ഇറ്റ് പെർമനൻ്റ്ലി സേവ് ഓൾ ദ ചേഞ്ചസ് ഇൻ ദ ഡാറ്റാബേസ്. ദെൻ ഇറ്റ് ഈസ് സിൻഡാക്സ് ആണ്. ക്രിയേറ്റിൻ്റെ സിൻഡാക്സ് ക്രിയേറ്റ് ടേബിൾ നെയിം, കോളം നെയിം ആൻഡ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ എന്ത് ചെയ്യാണ്, ടേബിൾ നെയിം, ക്രിയേറ്റ് എന്നുള്ളത് ടേബിൾ, നമുക്ക് ടേബിളിന് യൂസ് ചെയ്യുന്ന നമ്മൾ ക്രിയേറ്റ് ടേബിൾ ആൻഡ് ഇസ് ടേബിൾ നെയിം എന്താ, വേരിയസ് ടൈപ്പ് ഓഫ് ടേബിൾ നെയിം ഉണ്ടാകാം. ആൻഡ് കോളം നെയിം, ഏതൊക്കെ കോളം നെയിം, ആ രീതികളൊക്കെ നമുക്ക് സിൻഡാക്സ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ്. ആൻഡ് ഇറ്റ്സ് എക്സാമ്പിൾ ഈസ് ലൈക്ക് ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് വി ക്യാൻ എക്സിക്യൂട്ട് ദ കോളം നെയിം നമ്മൾ റെഫർ ചെയ്തു, നെയിം ആൻഡ് ദ ഡാറ്റ ടൈപ്പ്. നെയിം എന്താണ്, വാരക്കാരാണ്. ആൻഡ് ഇമെയിൽ വാരക്കാർ ഓഫ് 100 digits ആൻഡ് DOB ഡേറ്റ് എന്നുള്ള ക്യാരക്ടർ ടൈപ്പിൽ DOB. സോ ഇതാണ് ക്രിയേറ്റ് ടേബിളിൻ്റെത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡ്രോപ്പ്. എന്തിനാണ് ഡ്രോപ്പ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ബോത്ത് ദ സ്ട്രക്ചർ ആൻഡ് റെക്കോർഡ് സ്റ്റോർഡ് ഇൻ ദ ടേബിൾ. നമ്മൾ ടേബിൾ എന്ത് ചെയ്യുക, ഡ്രോപ്പ്, ആ ഒരു വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റിലൊക്കെ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മാച്ചിലൊക്കെ ഡ്രോപ്പ് ചെയ്തു, ഒരു പ്ലെയറെ ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ, അവരെ ഒഴിവാക്കി. അതുപോലെ എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ബോത്ത് ദ സ്ട്രക്ചർ ആൻഡ് റെക്കോർഡ് സ്റ്റോർഡ് ഇൻ ദ ടേബിൾ. നമ്മൾ എന്തെങ്കിലും റെക്കോർഡോ അല്ലെങ്കിൽ ടേബിളിൻ്റെ സ്ട്രക്ചറൊക്കെ എന്ത് ചെയ്യാണ്, ഒരു ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ആ ടേബിളിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഒരു കോളം ഒഴിവാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെക്കോർഡൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോപ്പ് എന്നുള്ള കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ബോത്ത് ദ സ്ട്രക്ചർ ആൻഡ് റെക്കോർഡ് സ്റ്റോർഡ് ഇൻ ദ ടേബിൾ. ആൻഡ് സിൻഡാക്സ് ഈസ് ഡ്രോപ്പ് ടേബിൾ നെയിം. സിമിലർ ആണ്. നേരത്തെ ക്രിയേറ്റ് ടേബിൾ നെയിം, പിന്നെ ക്രിയേറ്റിനാകുമ്പോൾ ആ ഒരു കോളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ എന്താണ്, ഡ്രോപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ടേബിൾ എന്ന് കൊടുത്താൽ ആ ടേബിൾ മൊത്തത്തിൽ ഡ്രോപ്പ് ചെയ്യും. ആൻഡ് എക്സാമ്പിൾ ഡ്രോപ്പ് ടേബിൾ എംപ്ലോയി എന്ന ടേബിൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഈസ് ആൾട്ടർ. ആ ഒരു ടേം തന്നെ നമുക്ക് ആൾട്ടർ ചെയ്യാം. നമുക്ക് ആൾട്ടർ ചെയ്യാമെന്നറിയാലോ, ഒരു മോഡിഫിക്കേഷൻ വരുത്താം. നമ്മൾ വെഹിക്കിളിൻ്റെ ആൾട്ടറിങ് ഒക്കെ അറിയാം നമുക്ക് എല്ലാവർക്കും. സോ അതുപോലെ തന്നെ ആ ടേം തന്നെ നമുക്കറിയാം ആൾട്ടർ ചെയ്യാം, മോഡിഫിക്കേഷൻ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആൾട്ടർ ദ സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെ എന്തെങ്കിലും ആൾട്ടർ ചെയ്യാം. ഡാറ്റാബേസിൻ്റെ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ, ഇപ്പോൾ എന്തെങ്കിലും കോഡോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ആൾട്ടർ എന്നുള്ള ടേം യൂസ് ചെയ്യും. ദിസ് ചേഞ്ച് കുഡ് ബി ഐദർ ടു മോഡിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ആട്രിബ്യൂട്ട്. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, വാർക്കെയറിലാണ് നമ്മൾ ഇമെയിൽ സ്റ്റോർ ചെയ്തത്, അല്ലെങ്കിൽ ഡാറ്റാബേസ് DOB എന്നുള്ള ഡേറ്റ് എന്നുള്ള ഒരു ക്യാരക്ടർ ടൈപ്പിലാണ് സ്റ്റോർ ചെയ്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആട്രിബ്യൂട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിന് യൂസ് ചെയ്യുന്നത് ആൾട്ടർ ഓർ പ്രോബബ്ലി ടു ആഡ് എ ന്യൂ ആട്രിബ്യൂട്ട്. പുതിയൊരു ആട്രിബ്യൂട്ട് നമുക്ക് ആഡ് ചെയ്യണം, നമുക്കൊരു പുതിയ കോളം ആഡ് ചെയ്യണം, എംപ്ലോയി ഏജ് അല്ലെങ്കിൽ എംപ്ലോയി ID. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ആൾട്ടർ എന്നുള്ള ഒരു കീവേഡ് അല്ലെങ്കിൽ കമാൻഡ് യൂസ് ചെയ്യും. ആൻഡ് ആൾട്ടർ ടേബിൾ എന്നുള്ള കീവേഡ് നമുക്ക് നേരത്തെ പറഞ്ഞ ക്രിയേറ്റ് ഡ്രോപ്പിലൊക്കെ ക്രിയേറ്റ് ടേബിൾ, ഡ്രോപ്പ് ടേബിൾ, അതുപോലെ ആൾട്ടർ ടേബിൾ നെയിം വേണം.
പിന്നെ ഇതിൽ ആൾട്ടറിൻ്റെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് ആഡ് എന്നുള്ളൊരു കീവേഡ് വേണം. ആഡ് എന്നുള്ളൊരു കീവേഡ് ഉണ്ട്. ആഡ് കോളം നെയിം, പുതിയ കോളം ആഡ് ചെയ്യുകയാണെങ്കിൽ കോളം നെയിം കോളം ഡെഫിനിഷൻ വേണം. അതിൻ്റെ ഇതൊരു പുതിയൊരു കോളം ആഡ് ചെയ്യുന്നതിനാണ്. ഒരു കോളം എക്സിസ്റ്റിംഗ് കോളം മോഡിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആട്രിബ്യൂട്ട്സിലൊക്കെ ഒരു ചേഞ്ച് വരുത്തണം. അപ്പോൾ എന്ത് ചെയ്യും, ആൾട്ടർ ടേബിൾ നെയിം. ഇവിടെ നമുക്ക് ആഡ് ചെയ്യുന്നില്ല, നമ്മൾ എന്താ ചെയ്യുന്നത്, മോഡിഫൈ എന്നുള്ള ഒരു സംഭവം ചെയ്യുന്നത്. ആഡ് ചെയ്യാൻ ആഡ് എന്നുള്ള കീവേഡും മോഡിഫൈ ചെയ്യാൻ മോഡിഫൈ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. ആൾട്ടറിൻ്റെ കേസിൽ 2 ടൈപ്പ് ഉണ്ട്. ആൾട്ടർ ഒന്ന് പുതിയ ടേബിൾ ആഡ് ചെയ്യാൻ യൂസ് ചെയ്യാം, അത് നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ മോഡിഫൈ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. സോ ഈ 2 ടേമും ആൾട്ടർ ടേബിൾ നെയിം ആഡ് എന്നുള്ളതും ആൾട്ടർ ടേബിൾ നെയിം മോഡിഫൈ എന്നുള്ളത് 2 വേരിയസ് കൺസെപ്റ്റ്സിന് യൂസ് ചെയ്യുന്നതാണ്. ഒന്ന് ആഡ് ചെയ്യാനും ഒന്ന് മോഡിഫൈ ചെയ്യാനും. ആൻഡ് നെക്സ്റ്റ് ഈസ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ടേബിളിൽ നമ്മൾ ആൾട്ടർ ചെയ്യാണ്. അതിലൊക്കെ ആഡ് ചെയ്യുന്നത് അഡ്രസ് വാർക്കാർ 2/20, അതായത് ഒരു വാർക്കാർ അഡ്രസ്സ് ആഡ് ചെയ്യണം. ആൻഡ് ആൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് മോഡിഫൈ ചെയ്യാണ്. ഒരു എക്സിസ്റ്റിംഗ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് നമ്മളിപ്പം ഇത് ആൾട്ടർ ചെയ്ത് ആഡ് ചെയ്തു, അത് നമ്മൾ എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്യുകയാണ്. അതെന്ത് ചെയ്യും, നെയിം വാർക്കാർ ഓഫ് അതിൽ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, നെയിം എന്നുള്ളൊരു ഒരു കോളത്തിന് നമ്മൾ അത് വാർക്കാർ 20 ആക്കിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. സോ ആൾട്ടർ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കുക. ആഡ് എന്നുള്ളതും മോഡിഫൈ എന്നുള്ള 2 കീവേഡ് യൂസ് ചെയ്തിട്ട് 2 യൂസ് ഉണ്ട് ആൾട്ടറിന്. ആൻഡ് ഫൈനൽ തിങ് ഈസ് ട്രങ്കേറ്റ്. നമ്മൾ DDLൻ്റെ ഒരു ലാസ്റ്റ് കമാൻഡാണ് ട്രങ്കേറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് all the rows from the table and free the space contained in the table. ആ ടേബിളിൻ്റെ ഓൾ ദ റോസ്, ഏതെങ്കിലും റോസ് ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, ട്രങ്കേറ്റ് എന്നുള്ള യൂസ് ചെയ്യും. ആൻഡ് ഫ്രീ ദ സ്പേസ് കണ്ടെയ്ൻ ദ ടേബിൾ, സ്പേസ് എന്തെങ്കിലും കണ്ടെയ്ൻ ചെയ്യുക അത് ഫ്രീ ആക്കാൻ യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ട്രങ്കേറ്റ് നമുക്ക് അത്ര ഫെമിലിയർ ആകില്ല മേ ബി. സോ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ആൻഡ് സിൻടാക്സിസ് ട്രങ്കേറ്റ് ടേബിൾ നെയിം, ട്രങ്കേറ്റ് ടേബിൾ നെയിം എന്നുള്ളൊരു സിൻടാക്സ് എല്ലാം സിമിലർ ആണ്. ക്രിയേറ്റും ഡ്രോപ്പിനും ഒരു ആൾട്ടറിന് മാത്രമാണ് ആഡ് എന്നുള്ള മോഡിഫൈ എന്ന് കീവേഡ്സ് യൂസ് ചെയ്യാനുള്ളത്. ആൻഡ് ദെൻ ഈസ് അതിൻ്റെ എക്സാമ്പിൾ ട്രങ്കേറ്റ് ടേബിൾ എംപ്ലോയി. ഇപ്പോൾ ഈ ട്രങ്കേറ്റിൻ്റെ കേസിൽ നമുക്ക് നോക്കാനുള്ളത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ഓൾ ദ റോസ് ഫ്രം ദ ടേബിൾ ആൻഡ് ഫ്രീ ദ സ്പേസ് കണ്ടെയ്ൻ ദ ടേബിൾ. സോ ഇത്രയാണ് നമ്മൾ എന്തുള്ളത് SQL കമാൻഡ്സിലെ DDL എന്നുള്ള ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിലെ ഒരു 4 കമാൻഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്. അപ്പം SQLന് 5 ടൈപ്പ് ഓഫ് കമാൻഡ്സ് ഉണ്ട്. DDL, DML, DQL, DCL ആൻഡ് TCL. 5 ടൈപ്പ് ഉണ്ട്. അതിൽ നമ്മൾ DDL ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ DMLൻ്റെ കൺസെപ്റ്റ്സ് അടുത്ത വീഡിയോയിൽ പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ്സ് നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമുക്ക് കമൻറ്റ്സിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് സജസ്റ്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ടോപ്പിക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാവുന്നതാണ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ എയ്ഫർ നൽകുന്ന ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നെങ്കിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. സോ താങ്ക് യു.